സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോഴിക്കോട് കോൺഗ്രസിൽ ഭിന്നത. ജില്ലാ കോർ കമ്മിറ്റി വിളിക്കാതെ പട്ടിക തയ്യാറാക്കിയെന്നാണ് പരാതി. ജില്ലയിലെ നേതാക്കൾക്ക് അവഗണനയെന്നും നേതാക്കൾ ഉന്നയിക്കുന്നു. നാദാപുരം പേരാമ്പ്ര സീറ്റ് മാറ്റത്തിനായി ഇടപെട്ടിട്ടില്ല എന്നും ആരോപണമുണ്ട്. പ്രസാദ് ഉറുമ്പശ്ശേരി വിവരങ്ങളുമായി ചേരുന്നു. പ്രസാദ്, ഇപ്പം കണ്ണൂരിലെ കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചതേ ഉള്ളൂ. സുധാകരനെ മെരുക്കാനാകാത്ത സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. തൊട്ടടുത്തുള്ള കോഴിക്കോടും ഭിന്നതയാണ്. തീർച്ചയായും സേതുലക്ഷ്മി, ഇതുവരെയും അടക്കി പിടിച്ചതെല്ലാം പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പല ജില്ലയിൽ നിന്നുള്ള വാർത്തകൾ വരുന്നത്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട്ടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലയിലെ മുതിർന്ന നേതാക്കളുമായി യാതൊരുവിധ കൂടിയാലോചനകളും നടത്തിയില്ല എന്നുള്ളതാണ്. ജില്ലാ കമ്മിറ്റി നൽകുന്ന പാനൽ അത് കോർ കമ്മിറ്റി കൂടി ചേരേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ കോർ കമ്മിറ്റി ചേരാതെയാണ് അത്തരത്തിലൊരു പാനൽ തയ്യാറാക്കിയത്. ഇപ്പോൾ നാദാപുരം, കൊയിലാണ്ടി, കോഴിക്കോട് നോർത്ത്, എലത്തൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഒറ്റ പേര് വരികയും ബാലുശ്ശേരിയിൽ മാത്രം ഒന്നിലധികം പേര് വരികയും ചെയ്തു. പക്ഷേ നാദാപുരത്തും കൊയിലാണ്ടിയിലും ഒക്കെ മത്സരിക്കാൻ താല്പര്യമുള്ള ആളുകൾ, നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. അവരോട് അഭിപ്രായം ചോദിക്കുകയോ അവരുടെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്തി ഒരു സാധ്യതാ പട്ടികയിലെങ്കിലും ഉൾപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയോ ചെയ്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഭിന്നതയ്ക്ക് കാരണമായി മാറിയിട്ടുള്ളത്. മുൻ DCC പ്രസിഡന്റ് KC അബു ഉൾപ്പെടെയുള്ള ആളുകൾ, N സുബ്രഹ്മണ്യൻ ഉൾപ്പെടെയുള്ള ആളുകൾ, N സുബ്രഹ്മണ്യൻ കഴിഞ്ഞ തവണ കൊയിലാണ്ടിയിൽ മത്സരിച്ചതാണ്. അവരെല്ലാം തന്നെ ഈ സീറ്റ് ആഗ്രഹിച്ചിരുന്നു. അവർ സാധ്യതാ പട്ടികയിലെങ്കിലും ഇടം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ ഒരു നടപടി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. ഇതിന് കാരണമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് MK രാഘവൻ MP-യും അതോടൊപ്പം ഷാഫി പറമ്പിൽ DCC പ്രസിഡന്റ് തുടങ്ങിയ ആളുകൾ അവരാണ് ഏകപക്ഷീയമായി ഇക്കാര്യത്തിൽ നടപടി എടുത്തിട്ടുള്ളത്. ഇവരുടെ അഭിപ്രായം തേടുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇത് കടുത്ത ഭിന്നത ഇവിടുത്തെ നേതാക്കൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ജില്ലയിൽ നിന്നുള്ള KPCC അംഗങ്ങളാണ് ഇതിനകത്ത് കടുത്ത ഭിന്നത രേഖപ്പെടുത്തുന്നത്. ഒരുപക്ഷെ പരസ്യമായ ഒരു പ്രതികരണത്തിലേക്ക് ഇവർ തയ്യാറാകുന്നില്ല എങ്കിൽ പോലും വരും ദിവസങ്ങളിൽ, ഇന്നലെ നമ്മൾ രണ്ടുപേര് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഭരണത്തിലേക്ക് തരിക എന്നത് മാത്രമാണ് ലക്ഷ്യം. അതുകൊണ്ട് മറ്റ് അതൃപ്തികളൊക്കെ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം പലതും പറയാനുണ്ട് എന്നുള്ളതാണ് പല നേതാക്കളും പരസ്യമായി നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത ഭിന്നത വരികയാണ്. അവരെ പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഉയരുന്ന ഇവരുടെ പരാതി.